ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. ആർക്കും ഇത് നല്ല പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 1 കപ്പ് പച്ചരി ഇതാ കുതിർത്തെടുത്തിട്ടുണ്ട്. കുതിർത്ത് ഇതിലുള്ള വെള്ളമൊക്കെ ഊറ്റി കളഞ്ഞിട്ടുണ്ട് കേട്ടോ. വെള്ളമൊന്നും ഇല്ലാതെ വേണം നമ്മൾ എടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇതിലേക്ക് ഇതാ ഒരു 2 ടേബിൾ സ്പൂൺ ചോറ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്കൊരു ഏലക്ക, അത്യാവശ്യം വലിപ്പമുള്ള ഒരു ഏലക്കയാണ് കേട്ടോ. ചെറുതാണെന്നുണ്ടെങ്കിൽ 2 എടുക്കുക. അതിൻ്റെ തൊലി കളഞ്ഞിട്ട് ആ ഒരു കുരു മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ 1/2 ടീസ്പൂണ് ചെറിയ ജീരകവും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് എല്ലാം കൂടെ ഒന്ന് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് ഒരു 2 നുള്ളി ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കട്ടോ. വെള്ളം കൂടി പോകരുത്. ഞാനിപ്പോൾ ഇതിലേക്കൊരു 1/2 കപ്പും അതുപോലെ ഒരു ടേബിൾ സ്പൂൺ വെള്ളമാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇത് അരയാൻ ആവശ്യമായിട്ടുള്ള വെള്ളം മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഒരുപാട് വെള്ളത്തിൽ അരച്ചെടുക്കരുത്. കുറച്ചൊരു കട്ടിയിൽ തന്നെ അങ്ങ് അരച്ചെടുക്കുക. അപ്പോൾ അത്രയും വെള്ളം മതി കേട്ടോ. അപ്പോൾ നമ്മൾ അരിയൊക്കെ ഊറ്റി വെച്ചിട്ടില്ലെങ്കിൽ അതിൽ വെള്ളം ഉണ്ടെങ്കിൽ ആ ഒരു വെള്ളം കൂടെ കൂട്ടിയിട്ട് വേണം കേട്ടോ എടുക്കാൻ. അപ്പോൾ നമ്മളിതാ ഇതിലേക്ക് വെള്ളം ഒഴിച്ച് നോക്കിയിട്ട് ഇതാ ഈ ഒരു രീതിക്ക് ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് ഈ ഒരു അരിൻ്റെക്കാളും കുറച്ചും കൂടെ ഒന്ന് താഴ്ന്ന രീതിയിൽ കാണുന്ന ആ ഒരു ലെവലിൽ വെള്ളം മതി കേട്ടോ. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഈ ഒരു കട്ടിയിൽ അങ്ങ് അരച്ചെടുത്താൽ മതി കേട്ടോ. ഇതിനേക്കാൾ ഒരുപാട് അങ്ങ് ലൂസായി പോകരുത്. ഇനി നമുക്ക് ഇതിലേക്ക് വൈകിട്ട് ശർക്കരയാണ് വേണ്ടത്. അപ്പോൾ ഞാനിവിടെ ഒരു 2.5 അച്ച് ശർക്കരയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഏകദേശം ഒരു 150 ഗ്രാമോളം ശർക്കര ഉണ്ടാവും. അതിലേക്കൊരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇതൊന്ന് തിളപ്പിച്ച് നന്നായിട്ടൊന്ന് ഉരുക്കിയെടുക്കണം. അപ്പോൾ അതായത് നന്നായിട്ട് ഉരുക്കി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അരിച്ചെടുക്കണം കേട്ടോ. ചൂടോട് കൂടിയിട്ട് തന്നെ നമുക്ക് ഈ ഒരു മാവിലേക്ക് ഒഴിച്ചു കൊടുക്കണം അരിച്ചെടുത്തിട്ട്. അപ്പോൾ ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ഇതുപോലെ ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ, അല്ലെങ്കിൽ മാവ് വെന്ത് പോവും. അപ്പോൾ ഒരു വിസ്കോ സ്പൂൺ എന്തെങ്കിലും വെച്ചിട്ട് പെട്ടെന്ന് തന്നെ ഇതങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരു കൈ കൊണ്ട് ഒഴിച്ചു കൊടുക്കുക, ഒരു കൈ കൊണ്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ആകുമ്പോൾ പെട്ടെന്ന് ആവും കേട്ടോ. പെട്ടെന്ന് എല്ലാം കൂടി അങ്ങ് നന്നായിട്ട് മിക്സ് ആയിട്ട് വരും. ഇനി ഇതിലേക്ക് ഒരു 2 നുള്ളി ബേക്കിംഗ് സോഡ കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്നുകൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ടിതാ ഞാനിവിടെ ഒരു കുക്കർ എടുത്തിട്ടുണ്ട്. കുക്കറോ അല്ലെങ്കിൽ അത്യാവശ്യം നല്ല ചൂട് കട്ടിയുള്ള ഏതെങ്കിലും നോൺ സ്റ്റിക്കിൻ്റെ സോസ് പാനോ എടുക്കാം. അതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ എന്താ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിവിടെ നെയ്യും വെളിച്ചെണ്ണയും രണ്ടും കൂടി ചേർത്തിട്ടാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് നെയ്യ് മാത്രം വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം, അല്ലെങ്കിൽ വെളിച്ചെണ്ണയിൽ മാത്രം ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ള ചെറിയ ഉള്ളിയും അതുപോലെ തന്നെ തേങ്ങാക്കുത്തും ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇതുപോലെ ഒന്ന് അങ്ങ് മൂത്ത് കഴിഞ്ഞാൽ ഇനി നമുക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം. മാവ് ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കണം കേട്ടോ. നന്നായിട്ട് ചൂടായിട്ട് ഇരിക്കണം കുക്കർ. അതിലേക്ക് നമ്മൾ മാവ് ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇനി ഇത് അടച്ചു വെക്കുമ്പോൾ കുക്കറിൻ്റെ വെയിറ്റ് ഇടണ്ട. വെയിറ്റ് ഇല്ലാതെ ഇത് അടച്ചു വെച്ചിട്ട് തീ കുറച്ച് വെച്ചിട്ട് ഒരു 15 മിനിറ്റാണ് കേട്ടോ ഞാനിത് നമ്മുടെ ഈ ഒരു കുക്കറപ്പം ബേക്ക് ചെയ്തെടുക്കുന്നത്. പിന്നെ നമ്മൾ ഓരോരുത്തരും എടുക്കുന്ന കുക്കറിൻ്റെ ആ ഒരു വലിപ്പത്തിനനുസരിച്ചിട്ടൊക്കെ ടൈമിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റം വരും കേട്ടോ. അപ്പോൾ ഇത് വേവുന്ന സമയത്ത് ഈ വിസിലിൻ്റെ ഉള്ളിലൂടെ നന്നായിട്ട് ആവി പുറത്തേക്ക് വരും കേട്ടോ. അപ്പോൾ കരിഞ്ഞു പോകാനും പാടില്ല. അപ്പോൾ ഒരുപാട് സമയമൊന്നും വേണ്ട ഇത് കുക്കാവാൻ. ഒരു 15 മിനിറ്റും കൊണ്ട് തന്നെ ഇത് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു കുക്കറിൻ്റെ ആവി പോകുന്നതൊന്ന് നന്നായിട്ട് ശ്രദ്ധിച്ചാൽ മതി. പിന്നെ എന്തെങ്കിലും ഒരു സ്റ്റിക്കോ അല്ലെങ്കിൽ പപ്പട സ്റ്റിക്കോ എന്തെങ്കിലും വെച്ചിട്ട് ഒന്ന് കുത്തി നോക്കുക കേട്ടോ. അപ്പോൾ അതിൽ മാവ് പറ്റി പിടിച്ചിട്ടില്ലെങ്കിൽ പിന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കി ഇടാം. എന്നിട്ട് നന്നായിട്ട് തണുത്തതിന് ശേഷം വേണം ഇത് കുക്കറിൽ നിന്ന് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ അതങ്ങ് വിട്ടുപോരും. നമുക്കത് പൊട്ടി പൊളിഞ്ഞ് നിൽക്കുക അങ്ങനെയൊന്നും ആവില്ല. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടുകയും ചെയ്യും കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ കുക്കറപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാനിതൊന്ന് കട്ട് ചെയ്തിട്ട് കാണിച്ചു തരാം. അപ്പോൾ അത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ആരെടുത്തിട്ടുള്ള കലത്തപ്പം എന്നൊക്കെ പറയില്ലേ, അതേപോലെ തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഫേസ്ബുക്കിലാണെന്നുണ്ടെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കല്ലേ. അപ്പോൾ ഇനി മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്